കൂട്ടുകാരെ, എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം. ചില പുള്ളിക്കാരുടെ കഥ കേട്ടാലോ? കഥയുടെ പേര് സ്റ്റാർ സ്റ്റാർ പുള്ളിക്കാർ. അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പൂളയ്ക്കൽ. ദേഹം മുഴുവൻ പുള്ളികളുള്ള ജീവികൾ കരയിലും കടലിലുമുണ്ട്. നമ്മുടെ വിരലടയാളം പോലെയാണ് ഇവരുടെ പുള്ളികളും. അതായത് ഒരാളുടേതുപോലെ പുള്ളികൾ വേറൊരാൾക്ക് ഉണ്ടാവില്ല എന്നർത്ഥം. റോമൻ ഭരണാധികാരിയായിരുന്ന ജൂലിയസ് സീസറാണ് ജിറാഫിനെ അലക്സാണ്ട്രയിൽ നിന്ന് യൂറോപ്പിലേക്ക് കൊണ്ടുവന്നത്. ഒട്ടകവും പുള്ളിപ്പുലിയും ചേർന്ന ഏതോ വിചിത്ര ജീവിയാണ് ഇതെന്നാണ് യൂറോപ്പുകാർ വിചാരിച്ചത്. അവർ അതിന് കാംലെപ്പോർഡ് എന്ന് പേരും നൽകി. സിഡ്നി ആനിമേഷൻ സിനിമകളായ 101 ഡാൽമേഷ്യസ് കൂട്ടുകാർ കണ്ടിട്ടില്ലേ? വെളുത്ത ശരീരത്തിൽ കറുത്ത പുള്ളികളുള്ള നായയാണ് ഡാൽമേഷ്യൻ. ക്രൊയേഷ്യയിലെ തീരപ്രദേശമായ ഡാൽമേഷ്യയിലാണ് ഇവരുടെ വരവ്. ജനിക്കുമ്പോൾ ഇവർക്ക് പുള്ളികൾ ഉണ്ടാവില്ല. വളരും തോറും പുള്ളികളും തെളിയും. ആദ്യം അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജോർജ് വാഷിങ്ടന്റെ പ്രിയപ്പെട്ട നായ്ക്കളിലൊന്നാണ് ഡാൽമേഷ്യൻ. ദേഹം മുഴുവൻ പുള്ളികളുള്ള കുതിരയാണ് അപ്പലൂസ. സ്പെയിനിൽ നിന്നെത്തിയ വാഷിങ്ടണിലെ പാലൌസ് നദിയുടെ സമീപം താമസിച്ച പുള്ളിക്കുതിരകളാണ് അമേരിക്കക്കാർ പാലൌസ് ഹോഴ്സ് എന്ന് വിളിച്ചു. പിന്നീട് അപ്പലൂസ് ആയി. ഫ്രാൻസിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഗുഹാചിത്രങ്ങളിൽ ഈ കുതിരകളെ കാണാം. കൂട്ടുകാർക്ക് പുള്ളിക്കാരുടെ കഥ ഇഷ്ടമായോ? എങ്കിൽ പുതിയൊരു കഥയുമായി നമുക്ക് നാളെ കാണാം. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. സ്റ്റോറി അങ്കിൾ.